ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് ഇൻഡസ്ട്രിയൽ വയറിങ്ങിൻ്റെ അതല്ലെങ്കിൽ തന്നെ നമുക്ക് ബിൽഡിങ്ങുകളുടെ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളുടെയൊക്കെ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കേബിളായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് മെയിൻ സപ്ലൈ കാര്യങ്ങൾ വരുന്നത് ഓരോ ഫ്ലോറിലേക്ക് വരുന്നത് കേബിൾ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കേബിൾ കൊണ്ടുപോയിരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് നമ്മളെന്ന വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ കേബിളിൻ്റെ ട്രേ ആണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് നമുക്ക് കൊണ്ടുപോയിരിക്കുന്ന രീതി ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ സീലിംഗ് വർക്കിൻ്റെ അകത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്ക് വരും, അപ്പോൾ അതിൻ്റെ അകത്താണ് കേബിൾ വരുന്നത്. പക്ഷേ നമ്മുടെ ബീമിൻ്റെ ഏരിയയിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ബീമിൻ്റെ ഏരിയ കറക്റ്റായിട്ട് വളച്ച്, അതായത് ജി എയുടെ തന്നെ വർക്ക് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് വർക്ക് കാര്യങ്ങൾ ഉപയോഗിച്ച് ജി എയുടെ വർക്ക് ഉപയോഗിച്ചിട്ട് നേരെ വളച്ച് കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് മാറ്റുന്നതിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സീലിൻ്റെ അകത്തുകൂടി മൊത്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്, ഇനി അത് കൂടാതെ തന്നെ നമ്മൾ സീലിംഗ് ചെയ്യുന്നത് ഈ ബീമിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ചെയ്ത് പോകുന്നതെങ്കിൽ അത്രയും ഹൈറ്റ് നമുക്ക് കുറവ് ഫീൽ ചെയ്യും. ഇതൊക്കെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കേബിൾ ട്രേ, അതായത് കേബിളിൻ്റെ ട്രേ ഡയറക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതെല്ലാം തന്നെ സ്ട്രോങ് ആയിട്ട് നല്ല ഹൈ ലെവലിൽ പ്രൊഫഷണൽ ലെവലിൽ ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആങ്കർ ബോൾട്ട് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതിന് ശേഷം കേബിൾ ട്രേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കേബിൾ ട്രേ ഏകദേശം ഒരു 2 മീറ്ററോളം ലെങ്ത്ത് അല്ലെങ്കിൽ 2-2.5 മീറ്ററോളം ലെങ്ത്ത് വരുന്ന രീതിയിലാണ് കേബിൾ ട്രേ നമുക്ക് വരുന്നത്. അപ്പോൾ അത് ഓരോന്ന് ജോയിൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ ജോയിൻറ്റ് ചെയ്യുന്നത് തന്നെ എല്ലാം തന്നെ നല്ല നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് എസ്എസിൻ്റെ തന്നെ നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം തുരുമ്പ് കാര്യങ്ങൾ പിടിക്കാത്ത രീതിയിൽ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ബീമുകളും വരുന്നുണ്ടാവുമല്ലോ. കാരണം അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ 5 നിലയുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുൾ ബീം സിസ്റ്റം ആയിരിക്കും വരുന്നത്. അപ്പോൾ ബീമിൻ്റെ ഈ പറയുന്ന രീതിയിൽ ബീമിന് യാതൊരു പ്രശ്നങ്ങളോ കേടുപാടുകളോ സംഭവിക്കാത്ത രീതിയിൽ പക്ക പ്രൊഫഷണലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കോർണർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പക്ക പ്രൊഫഷണലായിട്ട്. ഇപ്പോൾ ഈ ഏരിയയൊക്കെ നമുക്ക് സീലിങ്ങിൻ്റെ അകത്ത് പോകുന്ന രീതിയിൽ തന്നെ ലെവലിപ്പ് ചെയ്യാൻ പറ്റും. സീലിങ്ങിൻ്റെ തന്നെ ആ ലെവലിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സീലിംഗ് നിൽക്കും, അതിൻ്റെ ചേർന്ന് താഴെ നമുക്ക് കേബിളിന് ട്രേ ഉണ്ടാവും. അപ്പോൾ ആ സൈഡെല്ലാം ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ കേബിളും ഈ ട്രേയും ഏകദേശം കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. നമുക്ക് വരുന്ന ഏരിയ മെയിനായിട്ട് വരുന്ന ബീമിൻ്റെ ഏരിയ മാത്രമാണ് നമുക്ക് കാണുന്ന ലെവലിലേക്ക് വരുന്നുള്ളൂ. അവിടെ നമുക്ക് കേബിളുകൾ വളഞ്ഞ് എന്നാൽ ഒടിയാത്ത രീതിയിൽ, കേബിൾ ഒരിക്കലും ഒടിഞ്ഞു പോകാത്ത രീതിയിൽ വളരെ ഫ്ലെക്സിബിളായിട്ട് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് സീലിങ്ങിൽ വരുന്ന ഓരോ ഫ്ലോറിലേക്ക് വരുന്ന കേബിളുകളെല്ലാം തന്നെ നേരെ മെയിൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഓരോ ഫ്ലോറിലേക്കും അതായത് 5 വീടുകൾ ഇതിൻ്റെ അകത്ത് ഓരോ നിലകളിലും ആകെ 3 നിലകളാണുള്ളത്. ഒരു നിലകളിൽ 5 വീട് എന്ന രീതിയിലാണ് അപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലോറിലേക്ക് തന്നെ ഏകദേശം 5-6 കേബിളുകൾ വരും. അപ്പോൾ 3 നിലകളാകുന്ന സമയത്ത് 15-20 കേബിളുകളിൽ 15-നും 20-നും ഇടയ്ക്ക് കേബിളുകൾ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഈ ട്രേയിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.